ഹായ് ഓൾ, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റീസെന്റ് നമ്മുടെ നടന്നിട്ടുള്ള RRB എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് കോർ ഏരിയാസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യ ആണെങ്കിലും മിഡീവൽ മോഡേൺ കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും കോർ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കുറച്ച് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് റീസെന്റ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമുകൾ RRB എക്സാമുകൾ ഇനി വരാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. ചരിത്രാതീത ഗുഹാചിത്രങ്ങൾക്ക് പേര് കേട്ട ഭിംബേത്ക റോക്ക് ഷെൽട്ടറുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ശിലായുഗം അതല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന കാലഘട്ടത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിട്ടുള്ളത്. എന്താണ് നമ്മുടെ ചരിത്രാതീത ഗുഹാചിത്രങ്ങൾക്ക് പേര് കേട്ട ഭിംബേത്ക കേവ്സ് ഏത് സ്റ്റേറ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ് വരുന്നത്? നമുക്കറിയാം മധ്യപ്രദേശ് ആണ് അല്ലെ. മധ്യപ്രദേശിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഗുഹകളാണ് ഈ പറയുന്ന ഭിംബേത്ക ഗുഹകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ശിലായുഗം എന്ന് പറയുന്ന കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് പോലുള്ള കാലഘട്ടങ്ങളെ കുറിച്ചെല്ലാം നമുക്കിവിടെ പറയാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ 3 അല്ലെങ്കിൽ ആദ്യകാല ആ ഒരു ശിലായുഗ കാലഘട്ടങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഏതൊക്കെയാണ്? ഈ 3 ഏരിയാസ് ആണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സൈറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കി പോവാനായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മേജർ ആയിട്ടുള്ള പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് സൈറ്റുകളെ കുറിച്ച് ഇവിടെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഒന്ന് നമുക്ക് നോക്കി പോവാം. അതുപോലെ നമ്മുടെ ആദ്യത്തെ പാലിയോലിത്തിക് സൈറ്റുകളെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് പാലിയോലിത്തിക് സൈറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മധ്യപ്രദേശിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പൊ കണ്ട നമ്മുടെ ഭിംബേത്ക കേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ വരുന്ന നാഗാർജുന കൊണ്ട എന്ന് പറയുന്ന സൈറ്റും മറ്റൊരു പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് 3ാമത്തെ സൈറ്റ് ആണ് നമ്മുടെ ഹൻസുഗി എന്ന് പറയുന്നത്. ഹൻസുഗി എവിടെയാണ്? കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സൈറ്റുകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതെല്ലാം എന്താണ്? നമ്മുടെ പാലിയോലിത്തിക് കാലഘട്ടത്തിലോട്ട് വെളിച്ചം വീശുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള എവിഡൻസ് നമുക്ക് തരുന്ന സൈറ്റുകളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കർണാടകത്തിൽ നിന്ന് തന്നെയുള്ള കുർണോൾ കേവ്സ് എന്ന് പറയുന്ന കേവ്സ് ആണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ പാലിയോലിത്തിക് സൈറ്റ് ആയിട്ടുള്ള കുർണോൾ കേവ്സ് ഏത് സ്റ്റേറ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള അത്തരത്തിൽ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ശിലായുഗ കാലഘട്ടത്തെ കുറിച്ച് പഠിച്ചു പോകുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങള് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്തെടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് അല്ലെ നമ്മുടെ ശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ, ആ സൈറ്റുകളിൽ നിന്ന് എന്തൊക്കെയാണ് മേജർ ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത് ഫോക്കസ് ചെയ്തും കൊണ്ടൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ മിസോലിത്തിക് സൈറ്റുകളിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ശിലായുഗ കാലഘട്ടത്തിലെ 2ാമത്തെ ഒരു ഏരിയ ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ 2ാമത്തെ കാലഘട്ടമായിട്ട് വരുന്നതാണ് നമ്മുടെ മധ്യശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്ന മിസോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ടൂള് കൂടെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും അല്ലെ. മൈക്രോലിത്സ് എന്നാണ് അറിയപ്പെടുന്നത്. മൈക്രോലിത്സ് എന്നറിയപ്പെടുന്ന ഒരു ടൂള് കൂടെ നമുക്ക് ഈ പറയുന്ന മധ്യശിലായുഗത്തില് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ രാജസ്ഥാനിലെ ഭാഗോർ എന്ന് പറയുന്ന സൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മധ്യപ്രദേശിലെ ആദംഗഡ് എന്ന് പറയുന്ന ഒരു സൈറ്റ് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസോലിത്തിക് സൈറ്റ് ആണ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് മൃഗ വളർത്തലിന്റെ ആദ്യത്തെ എവിഡൻസ് നമുക്ക് തരുന്ന ഒരു സൈറ്റ് കൂടിയാണ്
തന്നെയാണ് ഏത് ഈ പറയുന്ന ആദംഗഡിലെ മധ്യപ്രദേശിലുള്ള ആദംഗഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ജോറ, കത്തോഡിയ, കാർവാർ എന്ന് പറയുന്ന മധ്യപ്രദേശിലുള്ള മറ്റ് സൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒഡീഷയിൽ നിന്ന് തന്നെയുള്ള സുന്ദർഗഡ്, സംബൽപൂർ എന്ന് പറയുന്ന സൈറ്റുകൾ നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട മെസോലിത്തിക് സൈറ്റുകളായിട്ടൊന്ന് ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഏതാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. നേരത്തെ പറഞ്ഞ മൈക്രോലിത്സിന്റെ കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. മെസോലിത്തിക് കാലഘട്ടത്തിലെ പ്രധാന ടൂൾ ആണ് ഇത് മൈക്രോലിത്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ മധ്യപ്രദേശിൽ നിന്നുള്ള ആദംഗഡ്, മൃഗ വളർത്തലിന്റെ ആദ്യ തെളിവുകൾ നൽകുന്ന ആദംഗഡ് ഏത് സ്റ്റേറ്റിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള മൂന്നാമത്തെ ഏജ് ആയിട്ടുള്ള നമ്മുടെ നിയോലിത്തിക് പീരീഡിലോട്ട് അതല്ലെങ്കിൽ നവീന ശിലായുഗത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് വളരെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിയോലിത്തിക് പീരീഡ് നമുക്ക് കാണാൻ പറ്റുള്ളേ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് പ്രൊഡ്യൂസിങ് ഇക്കോണമിയിലോട്ടുള്ള മാറ്റം, അതായത് ഫുഡ് ഗ്യാദറിംഗ് സൊസൈറ്റിയിൽ നിന്നും ഫുഡ് പ്രൊഡ്യൂസിംഗ് ഇക്കോണമിയിലോട്ടുള്ള ഒരു മാറ്റമാണ് നമ്മുടെ ഈ പറയുന്ന നിയോലിത്തിക് പീരീഡിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിയോലിത്തിക് കാലഘട്ടം നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം അതല്ലെങ്കിൽ നിയോലിത്തിക് റവല്യൂഷൻ എന്നാണ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള വി ഗോർഡൻ ചൈൽഡ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് നവീന ശിലായുഗത്തിന് അല്ലെങ്കിൽ നിയോലിത്തിക് കാലഘട്ടത്തിന് ഒരു വിശേഷണം നൽകിയത് നവീന ശിലായുഗ വിപ്ലവം അതല്ലെങ്കിൽ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം നൽകിക്കൊണ്ട് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആർക്കിയോളജിസ്റ്റ് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് വരുന്നത്? വി ഗോർഡൻ ചൈൽഡ് ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ നവീന ശിലായുഗം എന്ന് പറയുന്നത് ഫുഡ് ഗ്യാദറിംഗ് സൊസൈറ്റിയിൽ നിന്ന് ഹണ്ടിങ് ഗ്യാദറിംഗ് ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഫുഡ് ഗ്യാദറിംഗ് സൊസൈറ്റിയിൽ നിന്നും ഫുഡ് പ്രൊഡ്യൂസിംഗ് ഇക്കോണമിയിലോട്ടുള്ള മാറ്റമായിട്ടാണ് അദ്ദേഹം അതിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിയോലിത്തിക് കാലഘട്ടത്തിലെ കുറച്ച് സൈറ്റുകൾ കൂടെ ഇവിടെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മെഹർഗഡ്, ബലൂചിസ്ഥാനിലുള്ള മെഹർഗഡ് എന്ന് പറയുന്ന സൈറ്റ്. ഈ ഒരു സൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചാൽ സിന്ധുവിനും മെഡിറ്ററേനിയനും ഇടയിലുള്ള ഏറ്റവും വലിയ നവീന ശിലായുഗ വാസസ്ഥലമായിട്ട് കണക്കാക്കുന്നതാണ് ഏത്? നമ്മുടെ ബലൂചിസ്ഥാനിലുള്ള മെഹർഗഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ കോണ്ടിനെന്റില് ആദ്യമായിട്ട് കൃഷി ആരംഭിച്ച സ്ഥലവും ഏത് തന്നെയാണ്? ഈ പറയുന്ന മെഹർഗഡില് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഏറ്റവും പഴയ നവീന ശിലായുഗ സൈറ്റ് കൂടിയാണ് ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർഗഡ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് മെഹർഗഡിന്റെ സവിശേഷതകൾ വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഈ പറയുന്ന ബർസഹോം എന്ന് പറയുന്ന സൈറ്റ് വരുന്നുണ്ട്. കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന സൈറ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു നവീന ശിലായുഗ സൈറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ കാശ്മീരിൽ തന്നെയുള്ള മറ്റൊരു പ്രധാന സൈറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗുഫ്ക്രൽ എന്ന് പറയുന്ന സൈറ്റ്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു സൈറ്റിന്റെ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. സോ ഈ പറയുന്ന കാശ്മീരിലെ ഗുഫ്ക്രൽ എന്ന് പറയുന്ന സൈറ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ശിലായുഗ ഉപകരണങ്ങള്, വീട്ടുപകരണങ്ങള്, ഇതെല്ലാം നമുക്ക് ഇതിന്റെ എല്ലാം എവിഡൻസ് കിട്ടുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഗുഫ്ക്രൽ എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ ബീഹാറിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റ് ആണ് ചിരാന്ത് എന്ന് പറയുന്നത്. ഇവിടെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ചിരാന്ത് എന്ന് പറയുന്ന സൈറ്റ്. ഓക്കെ, അതുകൂടാതെ മെഹർഗഡിനെ നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. മെഹർഗഡ് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോലിത്തിക് സൈറ്റ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ പറയുന്ന മഡ് ബ്രിക്ക് ഹൗസസിന്റെ നിയോലിത്തിക് കാലഘട്ടം നമുക്കറിയാം അല്ലെ, ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫിലോട്ടുള്ള ഒരു മാറ്റമായിരുന്നു നിയോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സെറ്റിൽമെന്റുകളുടെ ഒക്കെ ഒരു തുടക്കം, അതിന്റെയൊക്കെ എവിഡൻസുകൾ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റ് ആണ് മെഹർഗഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എവിഡൻസസ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോട്ടൺ ആൻഡ് വീറ്റ്, കോട്ടന്റെയും വീറ്റിന്റെയും ഒക്കെ ആദ്യകാല എവിഡൻസുകൾ നമുക്ക് തരുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഈ പറയുന്ന മെഹർഗഡ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, തീർന്നില്ല. നിയോലിത്തിക് കാലഘട്ടത്തിലെ ബാക്കിയുള്ള ഒന്ന് രണ്ട്
സൈറ്റുകൾ കൂടെ ഇവിടെ നോക്കാനായിട്ടുണ്ട്. അതിലൊന്ന് വരുന്നതാണ് നമ്മുടെ പിക്ലിഹൽ എന്ന് പറയുന്ന സൈറ്റ്. പിക്ലിഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സൈറ്റ് ആണ് ഏത്? ഈ പറയുന്ന പിക്ലിഹൽ എന്ന് പറയുന്നത്. ചാരക്കൂമ്പാരങ്ങളുടെ തെളിവുകളാണ്, എവിഡൻസുകളാണ് നമുക്ക് ഈ പറയുന്ന പിക്ലിഹല്ലിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചാരക്കൂമ്പാരങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അവർ ഒരുപാട് കാലം ഉപയോഗിച്ചതോ അതല്ലെങ്കിൽ എന്താണ് വലിച്ചെറിഞ്ഞ് കൂട്ടിയിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ ഓരോ ചാരക്കൂമ്പാരങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് തരുന്ന തെളിവ് എന്താണ്? ആ കാലഘട്ടത്തിൽ നിയോലിത്തിക് കാലഘട്ടത്തിലെ തീയിന്റെ കണ്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ പിക്ലിഹല്ലിനെ കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നവീന ശിലായുഗ സൈറ്റ് ആയിട്ട് നമുക്ക് അറിയുന്നതാണ് നമ്മുടെ വയനാട്ടിലുള്ള ഏത്? നമ്മുടെ എടക്കൽ ഗുഹകൾ എന്ന് പറയുന്നത് അല്ലെ. എടക്കൽ ഗുഹകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോലിത്തിക് സൈറ്റ് ആണ്. ഫ്രെഡ് ഫോസറ്റ് ആണ് ഈ ഒരു സൈറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇതിന്റെ എവിഡൻസസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ആരാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന നിയോലിത്തിക് കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ ശിലായുഗ കാലഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത്. അടുത്തൊരു ചോദ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് സംഘം. ഓക്കെ, സംഘം എന്ന പദം താഴെ പറയുന്നവയിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിലേതാണ്? തമിഴ് രാജവംശം എന്ന് പറയുന്നുണ്ട്, തമിഴ് പണ്ഡിതരുടെ സാഹിത്യ സമ്മേളനം എന്ന് പറയുന്നുണ്ട്, തമിഴ് കവിതാ സമാഹാരം എന്ന് പറയുന്നുണ്ട്, ദക്ഷിണേന്ത്യൻ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇതിൽ എന്താണ് സംഘം? സംഘ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പറയുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ്, ഒരു പോയറ്റിക് ഗ്രൂപ്പാണ് ഏത്? ഈ പറയുന്ന സംഘങ്ങൾ എന്ന് പറയുന്നത്. മുച്ചംഗം എന്ന പേരിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുച്ചംഗം എന്ന പേരിലാണ് അവര് അറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഘം എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? തമിഴ് പണ്ഡിതരുടെ സാഹിത്യ സമ്മേളനമാണ് എന്ത്? സംഘം എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു എന്താണ് പോയിറ്റുകളുടെ, കവികളുടെ ഒരു കൂട്ടമായിരുന്നു ഏത്? ഈ പറയുന്ന സംഘം എന്ന് പറയുന്നത്. 3 സംഘങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവര് മുച്ചംഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പാണ്ഡ്യ രാജാക്കന്മാരുടെ പാട്രണേജിലായിരുന്നു ഇവര് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 8 തൊകൈ, 10 പാട്ട്, 11 കീഴ്കണക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് കവിതാ സമാഹാരങ്ങളുടെ ഒരു കളക്ഷൻ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ വർക്കാണ് നമ്മുടെ തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. തോൽക്കാപ്പിയം എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമർ വർക്കാണ്. തോൽക്കാപ്പിയാറാണ് ഇത് എഴുതിയിട്ടുള്ളത്. തമിഴിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ആദ്യകാലത്തെ ഒരു സാഹിത്യ കൃതിയായിട്ട് കണക്കാക്കുന്നതാണ് ഇത് നമ്മുടെ തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. ഓക്കെ, ആ കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ തോൽക്കാപ്പിയം ആരെ എഴുതിയിട്ടുള്ളത്? തോൽക്കാപ്പിയാരുടെ കൃതിയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ 8 തൊകൈ, 10 പാട്ട്, 11 കീഴ്കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ബുക്കുകൾ അല്ലെങ്കിൽ അതിന്റെ സാഹിത്യ സമാഹാരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സംഘ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് ആ ഡിവിഷൻ ഓഫ് ലാൻഡ് കൂടെ അല്ലെ, നമ്മുടെ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്ന് പറഞ്ഞുകൊണ്ട് 5-fold ഡിവിഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുന്ന കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഓരോന്നും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. സോ സംഘ കാലഘട്ടത്തെ കുറിച്ച് അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ തോൽക്കാപ്പിയം നമ്മൾ കണ്ടു. തോൽക്കാപ്പിയാറാണ് ഇത് എഴുതിയിട്ടുള്ളത്. തമിഴ് സാഹിത്യത്തിലെ ആദ്യകാല കൃതിയാണ്, തമിഴ് കൃതിയായിട്ട് അറിയപ്പെടുന്നതാണ് നമ്മുടെ തോൽക്കാപ്പിയം എന്ന് പറയുന്നത്. ഇതെന്താണ്? തമിഴ് വ്യാകരണമാണ്, തമിഴ് ഗ്രാമർ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ചു വെക്കുക. അതുപോലെ തന്നെ സംഘ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 2 എപ്പിക്കുകൾ കൂടെ നമുക്ക് പറഞ്ഞു പോവാനായിട്ടുണ്ട്. അതാണ് ചിലപ്പതികാരവും അതുപോലെ തന്നെ നമ്മുടെ മണിമേഖലയും. അപ്പൊ ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? ഈ തമിഴ് എപ്പിക്കുകൾ എഴുതിയിട്ടുള്ളത് ആരാണ് എന്നുള്ളത് കൂടെ അവിടെ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പതികാരം എന്ന് പറയുന്നത് ഇളങ്കോൾ അടികൾ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മണിമേഖല എന്ന് പറയുന്നത് സിത്തലൈൻ സത്തനാറിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1761 നടന്ന 3ാം പാനിപ്പത്ത് യുദ്ധം അഹമ്മദ് ഷാ അബ്ദാലിയും ഏത് ഇന്ത്യൻ ശക്തിയും തമ്മിലാണ് നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ മുഗളന്മാര്, രജപുത്രര്, ബ്രിട്ടീഷുകാര്, മറാത്തകള്. അപ്പൊ നമുക്കറിയാം ഹരിയാന, നമുക്ക് പാനിപ്പത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്നത്തെ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. 3 പാനിപ്പത്ത് യുദ്ധങ്ങളാണ് നമുക്ക് 1761, 56, 61 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട്
നമുക്ക് നടന്നിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? മറാത്തകള്, ഓക്കെ, അഹമ്മദ് ഷാ അബ്ദാലിയും അതുപോലെ തന്നെ മറാത്തകളും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഒന്നാം പാനിപ്പത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? 1526 കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നമുക്കറിയാം 1526 കാലഘട്ടങ്ങളിലായിട്ട് ബാബറും ലോധിയും തമ്മിൽ നടക്കുന്നുണ്ട് അല്ലെ. അത് കഴിഞ്ഞ് നമ്മുടെ 1556 കാലഘട്ടങ്ങളിലായിട്ടാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നതായിട്ട് അക്ബറിന്റെ ഹെമുവും അതുപോലെ തന്നെ അക്ബറിന്റെ സൈന്യവും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് നമ്മുടെ രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556. അത് കഴിഞ്ഞ് മൂന്നാം പാനിപ്പത്ത് യുദ്ധമാണ് അഹമ്മദ് ഷാ അബ്ദാലി, അതായത് അഹമ്മദ് ഷാ ദുറാനി എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ദുറാനി എന്ന് കേട്ടാലും തെറ്റല്ല, ശരി തന്നെയാണ്. അബ്ദാലി അല്ലെങ്കിൽ ദുറാനി എന്ന് പറയുന്നത് രണ്ടും ഒരാളെ തന്നെയാണ് പറയുന്നത്. അപ്പൊ 1761 മൂന്നാമത്തെ പാനിപ്പത്ത് യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ആരൊക്കെ തമ്മിലാണത് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗാന്ധിജിയുടെ സത്യാഗ്രഹ രീതി ആദ്യം വികസിച്ചതും പിന്നീട് സ്വാതന്ത്ര്യ സമര ഉപകരണമായി പൂർണ്ണമായും വികസിപ്പിച്ചെടുത്തതും ഇന്ത്യയിൽ എവിടെയാണ് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമ്മുടെ ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് എന്ന് പറയുന്ന ആ 3 ആദ്യകാല സമരങ്ങൾ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും അദ്ദേഹം ഇന്ത്യയിലോട്ട് റിട്ടേൺ വന്ന് പിന്നെ ഇവിടെയുള്ള നാഷണൽ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമാകുന്ന ആ ഒരു തുടക്ക കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ മൂവ്മെന്റുകൾ, ആദ്യകാല സമരങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് വരുന്നത്? ചമ്പാരൻ ആണ് അല്ലെ. 1917 കാലഘട്ടങ്ങളിലായിട്ട് വരുന്ന നമ്മുടെ ചമ്പാരൻ മൂവ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് എന്ന് പറയുന്ന 3 ആദ്യകാല സത്യാഗ്രഹങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്ന 1917, 18 കാലഘട്ടങ്ങളിലായിട്ട്. ഓക്കെ, അപ്പോ ഈ സമരങ്ങളെ കുറിച്ച് കൂടെ ഈ ഭാഗത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സാരാനാഥിൽ സ്ഥിതി ചെയ്യുന്ന ലയൺ ക്യാപിറ്റൽ താഴെ പറയുന്ന മൗര്യ രാജാക്കന്മാരിൽ ആരാണ് സ്ഥാപിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലയൺ ക്യാപിറ്റൽ ഈ ഒരു ലയൺ ക്യാപിറ്റൽ ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ പറയുന്ന ആൻഷ്യന്റ് ഇന്ത്യ നമ്മൾ പറയുന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്രാജ്യമായിട്ടുള്ള നമ്മുടെ അശോക സാമ്രാജ്യം അല്ലെങ്കിൽ അശോകന്റെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒന്നാണ് ഈ പറയുന്ന ലയൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. ആരാണ്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിട്ടാണ്, 3-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഒരു ലയൺ ക്യാപിറ്റൽ അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് മൗര്യ സാമ്രാജ്യത്തിലോട്ടുള്ള തെളിവുകൾ നൽകുന്നതാണ്, അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിൽ നിന്നുള്ളതാണ്, അശോകന്റെ കാലഘട്ടത്തിൽ നിന്നുള്ള കാര്യമാണ് എന്നുള്ളത് കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അശോക ചക്രവർത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് അതിന്റെ തുടക്കം, അതിന്റെ ഒടുക്കം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ 260 അല്ലെങ്കിൽ 61 കാലഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള നമ്മുടെ കലിംഗ യുദ്ധം, ഓക്കെ, ആ ബാറ്റിലിനെ കുറിച്ചൊക്കെ അവിടെ ഒന്ന് എന്തായാലും നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴ്ന്ന ജാതിക്കാരുടെ വിവേചനത്തിനെതിരെ വൻ പ്രസ്ഥാനം നയിച്ച സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരു ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള ആളാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു എവിടെ നിന്നുള്ള ആളാണ് എന്നാണ് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മുടെ കേരളമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട നമ്മുടെ നാഷണൽ റിഫോം മൂവ്മെന്റുകൾ, ഓക്കെ, രാജാറാം മോഹൻ റായോ അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആത്മറാം പാണ്ഡുറങ്ങോ അതല്ലെങ്കിൽ ജ്യോതി ബാഫുലോ അതല്ലെങ്കിൽ കേരളത്തിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദനോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് 1781 ബനാറസ് മേഖലയിലെ ബ്രിട്ടീഷ് ഇടപെടലിനെതിരെ രാജ ചൈത് സിംഗ് നയിച്ച 18-ാം നൂറ്റാണ്ടിലെ കലാപം ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 1781 ബനാറസ് മേഖലയില് ബ്രിട്ടീഷ് ഭരണങ്ങൾക്കെതിരായിട്ട് നടന്നിട്ടുള്ള ഒരുപാട് ട്രൈബൽ മൂവ്മെന്റുകൾ, ട്രൈബൽ അപ്രൈസിങ്ങുകൾ, കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാനായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. സോ അതിൽ വരുന്ന ഒന്നാണ് 1781 ബനാറസ് കലാപം എന്ന് പറയുന്നത്. ആ ബനാറസ് കലാപമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ലീഡർ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ആരാണ് വരുന്നത്? രാജ ചൈത് സിംഗ് ആണ് വരുന്നത്. രാജ ചൈത് സിംഗ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ
നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കൊളോണിയൽ കാലഘട്ടത്തില് ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിനായും ശൈശവ വിവാഹത്തിനെതിരെയും പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതും എന്താണ്? നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലെ. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വിധവ പുനർവിവാഹത്തിനായിട്ടും അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിനെതിരെയും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കി പോകാനായിട്ടുള്ളത്. സോ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡെയിലി ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ചാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വീക്കിലി എക്സാമുകളും PDF നോട്ടുകളും അതുപോലെ തന്നെ ഡെയിലി ഈ പറയുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ലൈവ് സെഷൻസും റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഇത്രയും അധികം ഫീച്ചേഴ്സ് അടങ്ങുന്ന കൃത്യമായിട്ടൊരു മെന്റർഷിപ്പോട് കൂടിയിട്ട് നെക്സ്റ്റ് ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ടും ഇനിയും നമുക്ക് ഒരുപാട് കോർ ഏരിയാസ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.